Yes, Dinisha, good afternoon. Yausho, good afternoon. Idea, Krishna, good afternoon. Good afternoon, sir. Okay. Okay, Anu. Okay. Good afternoon, sir. Swinga, Kundu. Okay. Good afternoon. Divyapol, Good afternoon. Okay, good afternoon. Yes. Good afternoon. Okay, Anju. Okay, Good afternoon, Vatsala. sir. Good afternoon. Okay, good afternoon, Anu, Sandy. Okay, Lishmi. Good afternoon. Okay, good afternoon to all. Let us start. Okay, let us start. Okay. Oh, yes. Okay, Vishnupriya. Yes. Our last class we discussed a subject, love marriage and arranged marriage. അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻസിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ ആ ടെൻസിനെ കുറിച്ച് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. ഓക്കെ. അപ്പൊ ലാസ്റ്റ് ക്ലാസ് we discussed tense. The name of the tense is simple present tense. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഷോസ് ദ ഹാബിച്വൽ ആക്ഷൻ, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ പോസിറ്റീവായിട്ടുള്ള വാചകങ്ങളും നെഗറ്റീവായിട്ടുള്ള വാചകങ്ങളും ക്വസ്റ്റ്യൻ വാചകങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. Am I right? Yes, sir. Yes, sir. Okay, okay. ഇനി നമുക്ക് അടുത്ത ടെൻസിലോട്ട് പോവുകയാണ്. Yes. Next tense is called simple past. Simple past എന്ന് പറയുക, പാസ്റ്റ് എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഈസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കും. നേരത്തെ പ്രസന്റ് ആയിരുന്നു, ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള വാചകമാണ്. നമുക്ക് അങ്ങനെയുള്ള കുറച്ച് വാചകങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. എക്സാമ്പിൾ പറയാം. ഐ ജോയിൻഡ് സ്മാർട്ട് ശ്രീ എഡ്യൂ കൺസൾട്ടൻസി. ദാറ്റ് ഇസ് ഓൾറെഡി ഹാപ്പൻഡ്. ഐ സബ്ജക്റ്റ് ആണ്. JOIN, ജോയിൻ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ജോയിൻഡ്. JOINED, ജോയിൻഡ്. ഓക്കെ. I joined Smart Street Edu Consultancy. She studied English poem. You loved your husband. Love എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് love. സബ്ജക്റ്റ് ഉപയോഗിക്കുക, പിന്നെ വെർബ് ഉപയോഗിക്കുക, ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് കഴിഞ്ഞു പോയ സംഭവങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, കഴിഞ്ഞു പോയ സംഭവം നേരത്തെ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോ ഇന്ന് രാവിലെ സംഭവിച്ച, അല്ലെങ്കിൽ ഇന്നലെ സംഭവിച്ച, കഴിഞ്ഞ ആഴ്ച സംഭവിച്ച, കഴിഞ്ഞ മാസം സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അതെല്ലാം പാസ്റ്റ് ടെൻസിലുള്ളതായിരിക്കും. കഴിഞ്ഞു പോയ സംഭവമാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഇൻ പാസ്റ്റ് ടെൻസ്. അതിനെയാണ് സിമ്പിൾ പാസ്റ്റ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. പ്രതിഭ, ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റു. ഇപ്പൊ ഏകദേശം
1:36 ആ 1:36 വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞു പോയ എല്ലാ സംഭവങ്ങളും പാസ്റ്റ് ആണ്. എങ്ങനെ? കാരണം ഇതിൽ ഓൾറെഡി പാസ്റ്റ്. ഓക്കെ 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 യെസ് യെസ്. അപ്പോ നമുക്ക് എന്താ പറയാം, രാവിലെ നമ്മൾ എഴുന്നേറ്റു അല്ലേ? അത് നമുക്ക് അവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഗെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ടെന്നായി. അതല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്ന് 6 മണിക്ക് എഴുന്നേറ്റു. ഞാൻ സ്ഥിരം 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആളോ അല്ലെങ്കിൽ വൈകി എഴുന്നേൽക്കുന്ന ആളോ ഞാൻ ഇന്ന് എഴുന്നേറ്റാണ് പറയുന്നത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പ്രസന്റൻസ് ആണ്, ഗോട്ടപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റൻസ് ആണ്. പാസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്ത കാര്യം. അപ്പൊ നമുക്ക് പറയാം ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. യെസ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഒന്ന് പല്ല് തേച്ചു. ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. ഐ ആം ബ്രഷ് എന്ന് പറയുന്നത് ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. ഞാൻ പല്ല് തേച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചു. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. ഡ്രിങ്ക് എന്ന് പറയരുത്. ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി ചായ കുടിക്കേണ്ടതായി. അതല്ല പറയേണ്ടത്. ഇന്ന് രാവിലെ ഞാൻ ചായ കുടിച്ചു. യെസ്. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. ഇനി ഞാൻ എന്ത് ചെയ്തു? ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ന്യൂസ് പേപ്പർ വായിച്ചു. ഐ റെഡ് ദ ന്യൂസ് പേപ്പർ. ഐ റീഡ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ എപ്പോഴും പാസ്റ്റ് ടെൻസെ ഉപയോഗിക്കാം. ഐ റെഡ് ദ ന്യൂസ് പേപ്പർ വായിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കുളിച്ചു. ഐ ടുക്ക് മൈ ബാത്ത്. ടേക്ക് പറയുന്നത് ടുക്ക് പറയണം. ഐ ടുക്ക് മൈ ബാത്ത്. ഞാൻ കുളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. Then I had my breakfast. Have എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കാര്യം കേട്ടോ. അല്ലെങ്കിൽ ഐ ടുക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഐ എയ്റ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്തു. ഐ ക്ലീൻഡ് മൈ റൂം. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഡ്രസ് വാഷ് ചെയ്തു. ഐ വാഷ്ഡ് മൈ ഡ്രസ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് മാർക്കറ്റിൽ പോയി. ഐ വെന്റ് ടു ദ മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് മീൻ വാങ്ങി. ഐ ബോട്ട് സം ഫിഷ്. കുറച്ച് മീൻ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് 11 മണിക്ക് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ഐ റിട്ടേൺ ടു ഹോം അറ്റ് 11 o'clock. 11 മണിക്ക് ഞാൻ വീട്ടിലെത്തി കേട്ടോ. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച, ഇന്ന് രാവിലെ മുതൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അതൊക്കെ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പൊ അത് മറന്നു പോകരുത്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഹാപ്പൻഡ്, കഴിഞ്ഞു പോയതാണ്. അത് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിന് കുറച്ചു മുമ്പ് സംഭവിച്ചതാണോ, അല്ലെങ്കിൽ ഇന്നലെയോ മിനിയെന്നാളോ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ കഴിഞ്ഞ വർഷമോ ഇത് സംഭവിച്ചതാണ്. യെസ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാം, നിങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയൊരു ദിവസം ഉണ്ടാവില്ല. ചിലപ്പോൾ കുറച്ചു പേരൊക്കെ ഓർക്കുന്നുണ്ടാവും ആദ്യമായിട്ട് സ്കൂളിൽ പോയ ദിവസം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ വെന്റ് ടു സ്കൂൾ വിത്ത് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയോടൊപ്പം സ്കൂളിലേക്ക് പോയി. യെസ്. ഇനി ഐ സോ മെനി ഫ്രണ്ട്സ്, സോ മെനി സ്റ്റുഡൻസ് ദർ. ഞാൻ അവിടെ ചെന്നപ്പോ ധാരാളം വിദ്യാർത്ഥികളെ കണ്ടു. പിന്നെ സെന്റൻസ് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വേറെ ഇതൊക്കെ ചേർക്കാട്ടൂടാ. ഐ വാസ് ഇൻ ഫിയർ. ഞാൻ വളരെയധികം ഭയപ്പെട്ടു. അപ്പോ ഒരു ടീച്ചർ എൻ്റെ അടുത്തേക്ക് വന്നു. വൺ ടീച്ചർ കെയിം ടു മീ. എൻ്റെ അടുത്തേക്ക് വന്നു ആൻഡ് ആസ്ക്ഡ് മൈ നെയിം. എന്നിട്ട് എന്നോട് ചോദിച്ചു വാട്ട് മൈ നെയിം, എൻ്റെ പേര് ചോദിച്ചു. ഐ ടോൾഡ് ഹെർ മൈ നെയിം. ഞാൻ അവളോട് എൻ്റെ പേര് സിമ്പിൾ ആയിട്ട് പറയാം നമുക്ക്. I told her my name. She took me to a classroom. അവൾ എന്നെ ഒരു ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയി. I got a friend on that day. എനിക്ക് അന്ന് ഒരു സുഹൃത്തിനെ കിട്ടി. His name is, her name is, പേര് പറയാം. യെസ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ സംഭവം നിങ്ങൾ ഓർക്കുക. നമ്മളതൊന്ന് ഇംഗ്ലീഷിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യും. യെസ്. അപ്പോ ഇന്ന് നടന്നതാവാം, ഇന്നലെ നടന്നതാവാം, നിങ്ങളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ അവിടെ സംഭവിച്ചതാവാം, അതുമല്ല എങ്കിൽ നിങ്ങളൊരു വെഡിങ്
റിസപ്ഷനിൽ പോയപ്പോ അവിടെ അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ 2-3 സെന്റൻസ് ഓരോരുത്തരും ഓർത്ത് വെക്കാം. ഇൻസിഡന്റ് ദാറ്റ് ഹാപ്പൻഡ് ഏർലിയർ, നേരത്തെ സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം. യെസ്. അപ്പൊ എല്ലാം പേജ് ടെൻസ് ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, പാസ്റ്റ് ടെൻസ് ആയിരിക്കും. കാരണം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞു പോയ സംഭവത്തെ കുറിച്ചാണ്. കഴിഞ്ഞു പോയ സംഭവങ്ങൾ എപ്പോഴും ഏത് ടെൻസ് ആയിരിക്കണം? പാസ്റ്റ് ടെൻസ് ആയിരിക്കും. യു ഗോട്ട് ദ പോയിന്റ്? യെസ്, കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഓക്കെ മേഘ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആരാണ് ഇന്ന് സംഭവിച്ചതോ ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിൽ പറയുന്നതാരാണ്? ആദ്യം ഐശ്വര്യമായിട്ട് തുടങ്ങി വെക്കുന്നതാരാണ്? Who is the first person? ധൈര്യസംഘം വരുന്നത്. എല്ലാം പാസ്റ്റ് ടെൻസ് ആയിരിക്കണം, അത് മറക്കരുത് കേട്ടോ. പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാല് അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്നതല്ല, കഴിഞ്ഞു പോയൊരു സംഭവം പറയും. യെസ് ദിനീഷ, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ദിനീഷയുടെ ഐശ്വര്യത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. ദിനീഷ പറയുന്നു ഷീസ് റെഡി, ഷീസ് റെഡി. കഴിഞ്ഞ പ്രാവശ്യം ദിനീഷ വെച്ച് ആരംഭിച്ചു കഴിഞ്ഞിട്ട് കുഴപ്പമുണ്ടായില്ല. ദിവ്യ, രതീഷ്, ദിഗിന, അമൃത, അനു, സാൻഡി, ജസീമ, ജിഷ, അങ്ങനെ ഒരുപാട് പേര് അതിനെക്കുറിച്ച് കമന്റ് ചെയ്തതാണ്. യെസ്. അപ്പൊ ഇപ്പോഴും നമുക്ക് ദിനീഷിൽ നിന്ന് ആരംഭിക്കാം. ദിനീഷ, യു ആർ ഗിവൺ ദ yesterday I was cooked special chicken biryani. Yes, okay. Yesterday I cooked special chicken biryani. Hada. Yesterday, കുഴപ്പമില്ല. I subject cook എന്നുള്ളതിന്റെ past tense cooked. ബാക്കിയൊക്കെ നിങ്ങൾ ചേർത്തോ, ഒബ്ജക്റ്റോ മാനറോ പ്ലേസോ ടൈം അതൊക്കെ നിങ്ങൾ വിട്ടു തരുന്നു. സബ്ജക്റ്റും അവരുടെ past tense ആയിരിക്കും. ഇത് മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ, എങ്കിലേ നമ്മുടെ ടെൻസ് കറക്റ്റ് ആവുള്ളൂ. Yesterday I cooked, I was cooking എന്നൊക്കെ പറയാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഒന്ന് കേൾക്കാം. അപ്പൊ നമ്മളിപ്പോ തൽക്കാലം ഗഹനമായിട്ടുള്ളതൊന്നും പോകുന്നില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. Yesterday I cooked chicken biryani. Okay, very good. പറഞ്ഞു. I went to the church for worship. Okay, I went to church for worship. Okay. I was sang a song. I Was sang a song. so അപ്പൊ നമുക്ക് അവിടെ ഒന്ന് എഡിറ്റ് ചെയ്യാം. I sing എന്നുള്ളത് പാടുക, അതിന്റെ past tense ആണ് എന്ത്? sang. അപ്പൊ I sang a song. Okay. പക്ഷെ അതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഗോ പറയരുത്, വെന്റ് പറയണം. ഓക്കെ. ഐ സാങ് എ സോങ്. വാസങ്ങളുടെ കളഞ്ഞു. വാസൊക്കെ നമുക്ക് വരും, നമുക്ക് അടുത്ത ടെൻസിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ അവിടെ വരുമ്പോൾ പറയാം കേട്ടോ. ഇപ്പൊ മൊത്തം കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഐ സാങ് എ സോങ്. സബ്ജക്റ്റിലേക്ക് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് വേറെ ഓക്സിലറികൾ പയ ഈസ്, ആറ്, വാസ്, വേറെ, ഗ്യാസ്, ഗ്യാപ്, കാഡ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, ഷുഡ്, കുട്ട്, ഇതൊന്നും ചേർക്കണ്ട. സബ്ജക്റ്റ് വരുമ്പോൾ പാസ്റ്റ് ടെൻസ് ഇത് മാത്രം ആലോചിച്ചു. ഓക്കെ, കണ്ടിന്യൂ. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നൗഷ. ക്ലീൻ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞില്ല, പാസ്റ്റ് ടെൻസ്. നൗഷ ഉപയോഗിച്ചത് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഓക്കെ, പറഞ്ഞു. I had my breakfast today morning. യെസ്, കറക്റ്റ് ആണ്. എന്തുകൊണ്ട് ഹാഡ് പാസ്റ്റ് ടെൻസ് ആണ്, ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. അപ്പൊ കറക്റ്റ് ആണ്. ഓക്കെ ദിനീഷ, കണ്ടിന്യൂ. I had walked to the store before it started raining. ഓക്കെ, സംഗതി കറക്റ്റ് ആണ്, സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷേ നമ്മൾ പറഞ്ഞ ടെൻസിൽ നിന്ന് മാറിപ്പോയി. ഓക്കെ, ഞാൻ കറക്റ്റ് ചെയ്യണം, ശ്രദ്ധിച്ചോളാം. ഐ ഹാഡ് വാക്ട്, ഇത് കറക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിലോട്ട് വന്നു. നമ്മൾ ഹാഡ് കണ്ട് കളഞ്ഞു, ഐ വാക്ട് അല്ല. Okay. ഓക്കെ, നമുക്ക് ഹാഡ് വെച്ച് പറയാൻ മതി. അത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അന്നേരത്തെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഹാഡൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഐ വാക്ട്. ശരി. സിമ്പിൾ വാചകം പറഞ്ഞാൽ മതി. കാരണം നിങ്ങൾ അധികം അതിലോട്ടും പോകുമ്പോൾ തെറ്റ് പറ്റും. സബ്ജക്റ്റ് വരത്തില്ല പ്രസന്റ് ടെൻസ്, ഇത് മാത്രം നിങ്ങൾ ഓർമ്മിക്കും. ഓക്കെ, ഐ വാക്ട് യെസ്റ്റർഡേ. ഓക്കെ, കണ്ടിന്യൂ. I drank a cup of coffee. വെരി ഗുഡ്. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് കോഫി. യെസ്. 6 സെന്റൻസ് ആയി സാർ. ഓക്കെ, ലിനിച്ചു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ദിനീഷ, 6 അല്ലേ? ടാർജറ്റ് ഒക്കെ കഴിഞ്ഞു, ബിയോണ്ട് ദ ടാർജറ്റ് ടൈം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. യെസ്. ഓക്കെ, ശരിയാണ്. ഗെറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് നൗഷ. ഗോട്ട് കറക്റ്റ് ആണ്. യെസ്, കറക്റ്റ്. ഗെറ്റ് പറഞ്ഞ തെറ്റ്, ഗോട്ട് വരുമ്പോൾ കറക്റ്റ് ആയി. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പോ ദിനീഷ് ഐശ്വര്യമായി തുടങ്ങി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്നലെ നടന്നൊരു സംഭവം പറയാം.
ഇന്നലെ രാവിലെ പറയണ്ട, ഇന്നലെ വൈകുന്നേരം മുതലുള്ള സംഭവം പറയാം. യെസ്. അല്ലെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്കുള്ളത്, കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം പറയാം. യെസ്. അല്ലേ? ഓക്കെ. ഇനി അടുത്ത ആരാണ് വരുന്നത്? യെസ്. ധൈര്യസമേതം നിങ്ങളിത് പറയണം. നൗഷ, ഇതിനകത്ത് പാസ്റ്റ് ടെൻസ് വന്നില്ലല്ലോ. പ്രിപ്പയർ പ്രസന്റ് ടെൻസ് ആണ്. മറക്കല്ലേ, പാസ്റ്റ് പാസ്റ്റ്. യെസ് യെസ്. എന്തായാലും വരാതെ. ഓക്കെ, അത് കറക്റ്റ് ആണ് ജസീന. യെസ്റ്റർഡേ ഐ ഗോട്ട് എ ഗിഫ്റ്റ്. ഐ സോ മൈ ഫ്രണ്ട്സ് യെസ്റ്റർഡേ. കൃഷ്ണപ്രിയ, ഇത് കറക്റ്റ് ആണ്. ഐ സോ മൈ ഫ്രണ്ട്സ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ ഐ സോ മൈ ഫ്രണ്ട്സ്. ഇത് കറക്റ്റ് ആണ്. യെസ്. ഓക്കെ ഓക്കെ. സി എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സോ. അത് കറക്റ്റ് ആണ്. യെസ്. ഇനി ഞാനെന്താ വിളിക്കാം. യെസ്. രഞ്ജിത. രഞ്ജിത, നിങ്ങള് ധൈര്യസമേതം പറയട്ടെ, തെറ്റിയാലും കുഴപ്പമില്ലല്ലോ. ദിവ്യ പോൾ. യെസ്. ഐ വെന്റ് ഫോർ എ മൂവി യെസ്റ്റർഡേ. ദിവ്യ കൃഷ്ണ പറയുന്നു. കറക്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. ഇനി നമുക്ക് അന്ന് പറഞ്ഞ ആരെങ്കിലും വിളിക്കാല്ലേ? ഡിഗിന ഇല്ലേ? ഡിഗിന ഡിഗിന. യെസ്. അമൃത. യെസ്. അപ്പൊ ഞാൻ അടുത്ത ആളെ വിളിക്കാം. അടുത്ത ആളെ വിളിക്കുമ്പോ എന്തായാലും വരണം കേട്ടോ. ഇപ്പൊ 2-3 പേരെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ ചെറിയ നിൽക്കുകയാണ്. ഐ വെന്റ്. ഓ, അതെന്താണ് ഉദ്ദേശിച്ചത്? ഐ വെന്റ് ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? യെസ്. ഓക്കെ 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 ഓക്കെ. അനു ശാന്തി. അനു സാൻഡി. അനു സാൻഡി. യെസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ കൃഷ്ണപ്രിയ പണിയെടുക്കുന്ന കൊടുക്കപ്പെട്ടതാണ്. കൃഷ്ണപ്രിയ പറയുന്നു, ഐ ക്ലീൻഡ് മൈ ഹോൾ റൂംസ് യെസ്റ്റർഡേ. യെസ്. അനു സാൻഡി. യെസ്. ഞാൻ ഇത്രയും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പുള്ളി കുറച്ച് ഞാൻ ഓക്കെ. ഐ ഏറ്റ് മൈലേജ്. കറക്റ്റ് ആണ്. പറഞ്ഞോളൂ മിസ്റ്റേക്ക് വരുമെന്ന് അറിയില്ല. സനീഷ, അതിനെ കുറിച്ച് അങ്ങനെ മറന്നോളൂ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞാൻ സനീഷയ്ക്ക് ഞാൻ അഭിനന്ദനം നൽകുകയാണ്. കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് ഓരോരുത്തരെ വിളിച്ചിട്ട് ആരും വന്നില്ല. അപ്പൊ സനീഷയ്ക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോ മനസ്താപം തോന്നിയിട്ടാണ്. മിസ്റ്റേക്ക് ഞാൻ ഇനിയും സാറിനെ To the birthday party yesterday evening. correct ആണ്. I went to a birthday party yesterday evening. correct ആണ്. correct ആണ്. പിന്നെ She cut the cake. ഓക്കെ. അപ്പൊ ഞാൻ അവിടെ ഒരു സംശയം ചോദിക്കാം സനീഷ. പ്രസന്റ് ടെൻസ് കട്ടാണ്, പാസ്റ്റ് ടെൻസ് കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കട്ടാണ്. പ്രസന്റ് പാസ്റ്റ് 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 പാർട്ടിസിപ്പിൾ കട്ട് 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 കട്ട്. യെസ്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ കട്ട് ഏത് ടെൻസിന്റെ കീഴിൽ വന്ന കട്ടായിരുന്നു? ഫസ്റ്റ് അല്ലേ? വെരി ഗുഡ്. യെസ്. വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ അതിന്റെ എക്സാമ്പിൾ പിന്നീട് പറയാം. കാരണം ചില വാക്കുകളുടെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ സെയിം ആയിട്ട്. ടേക്കിന്റെ ടേക്ക് ടുക്ക് ടേക്കിൻ മൂന്നും ഡിഫറെന്റ് ആണ്. ലുക്കിന്റെ ലുക്ക് ലുക്ഡ് ലുക്ഡ്. യെസ്. യെസ്. പറഞ്ഞോളൂ സനീഷ. We sang birthday song. We sang a song. അല്ലേ? സിംഗ് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് sang. We sang a song. കഴിഞ്ഞ ദിവസം നേരത്തെ ഡിനീഷ പറഞ്ഞ അതേ വാചകം തന്നെ. ഓക്കെ. പിന്നെ ഞങ്ങൾ ഒരു പാട്ട് പാടും. പിന്നെ I took the cake. I took a piece of cake. ഞാൻ ഭംഗിയാക്കിയതല്ല. യെസ്. ഓക്കെ. കറക്റ്റ് ആണ്. I made അപ്പം ആൻഡ് മുട്ടക്കറി യെസ്റ്റർഡേ. ഓക്കെ. അപ്പൊ സനീഷ പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ. കൃഷ്ണപ്രിയ, I took a piece of cake. ഞാനൊരു കഷ്ണം കേക്ക് എടുത്തു. യെസ്. പിന്നെ That's all. അത്രേ ഉള്ളൂ. അതെ. ഓക്കെ
ഓക്കെ സനീഷ വെരി ഗുഡ്. അപ്പൊ ലാസ്റ്റ് ആകുമ്പോൾ ദാറ്റ് ഈസ് ഓൾ പറഞ്ഞു കേട്ടോ. നമുക്ക് ഒരു കൺക്ലൂഷൻ ആക്കാം. ഓക്കെ യെസ് ദാറ്റ് ഈസ് ഓൾ. അപ്പൊ സനീഷ പറഞ്ഞ കറക്റ്റ്. സനീഷ ഒരു ബർത്ത്ഡേ പാർട്ടി പോയത്, കേക്ക് കട്ട് ചെയ്തത്, ഒരു കഷ്ണം കേക്ക് എടുത്തത്, അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ പ്രതിഭ അറിയൂ റെഡി? എനിക്ക് തെറ്റാ സാറേ, എന്നാലും ഞാൻ പറയാം. എന്നാലും ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ, ആ ഒരു മനസ്സിലാണ് പ്രതിഭക്ക് അംഗീകാരം. ഓക്കെ ഞാൻ എല്ലാവരോടും കൂടി വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് തെറ്റിക്കോട്ടെ, നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സംഗതി പറയാതെ പഠിക്കില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റും എന്നുള്ള ചമ്മലാണ്. ആ ഒരു ചിന്തകൾ കളയും. എത്രയോ ആളുകൾ ഈ ചിന്തയും വെച്ചുകൊണ്ടിരുന്ന് നമ്മളിങ്ങനെ നിർത്താണ്ട് പോയി. ഇനിയും നിങ്ങൾ അതുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കട്ടെ. അതങ്ങോട്ട് വിട്. നിങ്ങൾക്ക് തെറ്റി പറ്റി കഴിഞ്ഞാൽ ഓക്കെ ദിനീഷ കറക്റ്റ്. തെറ്റി പറ്റി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലല്ലോ. നമ്മൾ എത്ര പേര് ഫാമിലി. ഓക്കെ പ്രതിഭ. പ്രതിഭ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത റെഡിയാവും. നിങ്ങളുടെ ഉള്ളിലില്ല ഞാനൊന്ന് പറഞ്ഞു നോക്കിയാലോ എന്നുള്ളത്. ഒന്ന് പറഞ്ഞാലോ, പക്ഷെ വേണ്ട. യെസ്റ്റർഡേ ഐ വെന്റ് ടു ഹോസ്പിറ്റൽ. ഓക്കെ ജനീഷ. ഓക്കെ ഇനി പ്രതിഭക്ക് നമുക്ക് അവസരം കൊടുക്കാം. പ്രതിഭ കണ്ടിന്യൂ. I go to yesterday my family home. ഓക്കെ ഓക്കെ ഇത് അവിടെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ഗോ പ്രസന്റ് ടെൻസ് ആണ്. അതിന് പാസ്റ്റ് ടെൻസ് പോയില്ലേ? ഗോ എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് എന്താണ്? ഗോ വെന്റ് ഗോൺ എന്നല്ലേ? വെന്റ്. I went to കറക്റ്റ്. ഓക്കെ 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 കൃഷ്ണപ്രിയ. I went to the supermarket yesterday. I went to supermarket yesterday. കറക്റ്റ് ആണ്. പാസ്റ്റ് ടെൻസ് പറഞ്ഞാൽ മതി. I cooked a tasty dinner fish curry. I cooked a tasty fish curry. Very good, very good. പിന്നെ വേറെ ഒന്നും പറഞ്ഞില്ല. ഇല്ല എന്തെങ്കിലും സംഭവിച്ചില്ല. ഓക്കെ പ്രതിഭ വെരി ഗുഡ്. രണ്ട് സെന്റൻസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഗോ വെന്റ് ഗോൺ. അപ്പൊ വെന്റ് പാസ്റ്റ് ആണ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു. ഒരു കാര്യത്തിന്റെയും നമ്മൾ പ്രസന്റ് പാസ്റ്റ് പാസ്റ്റ് പഠിച്ചു. ഗോ വെന്റ് ഗോ, ടേക്ക് ടു ടേക്ക്, കട്ട് കട്ട് കട്ട്, പുട്ട് ബ്രിങ് ബ്രോട്ട്, ടീച്ച് തോട്ട്, തിങ്ക് തോട്ട്, സെൽ സോൾഡ്. അതറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സാധനങ്ങൾ ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ പ്രതിഭ വെരി ഗുഡ് വെരി ഗുഡ്. കൺഗ്രാജുലേഷൻ പ്രതിഭ. യെസ് അപ്പൊ ഡിനീഷയായി, സനീഷയായി, പ്രതിഭയായി. യെസ് എല്ലാവരും എയിൽ അവസാനിക്കുന്ന ആൾക്കാരാണ്. യെസ് ഇനി അടുത്ത റിഫാന വരേണ്ടി വരും. ഐ തോട്ട് ഇറ്റ് വാസ് എ ഡ്രീം. ഓക്കെ ഓക്കെ കൃഷ്ണപ്രിയ. റിഫാന എയിൽ അവസാനിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ് ദർശന ധൈര്യമുള്ള കൊടുക്കപ്പെട്ടാണല്ലോ. പറഞ്ഞോളൂ ദർശന. കഴിഞ്ഞ ആഴ്ച എപ്പോഴെങ്കിലും അമ്പലത്തിൽ പോയതോ അല്ലെങ്കിൽ വേറെ വല്ല ഫംഗ്ഷന് പോയതോ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഒരു ഇൻസിഡന്റ് അത് പറഞ്ഞു. എല്ലാം കഴിഞ്ഞു പോയ സംഭവം പാസ്റ്റ് ഇൻസിഡന്റ് പറഞ്ഞു. I ironed clothes for went out. Yes. I ironed the clothes. അത്രയും വരെ മതി. സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ ഓക്കെ. I went to Lulu Mall. I went to Lulu Mall. Okay okay. കൃഷ്ണപ്രിയ കറക്റ്റ്. I bought a KFC. Okay. I bought a KFC. Yes. I meet my best friend and we talked a lot. Okay okay. അവിടെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. I meet my best friend എന്ന് പറഞ്ഞു. Meet പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? met ആണ്. ഓക്കെ കൃഷ്ണപ്രിയ. I met my best friend there. Meet എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് met. I met my best friend there. Okay correct. പിന്നെ I returned back to my home. Okay. I returned. നമുക്ക് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടൊരു സമയം കൂടി പറയാം. എത്ര മണിക്ക് പോകുന്നു ലാസ്റ്റ് സമയം? എത്ര മണി? 1 o'clock. 1 o'clock. അത് പറഞ്ഞാൽ മതി. I returned to home at 1 o'clock. ഒരു മണിയായപ്പോ ഞാൻ വീട്ടിലേക്ക് പണിക്ക് പോയി. ഇതിലെന്താ മിസ്റ്റേക്ക്? എല്ലാം കറക്റ്റ് ആയിരുന്നു. ഒരെണ്ണം മാത്രം മീറ്റ് എന്നുള്ളത് മാത്രം നമ്മൾ മെറ്റാക്കി. യെസ് ഓക്കെ ഓക്കെ. മീറ്റ് മെറ്റ് മെറ്റാണ്. ഓക്കെ
അപ്പൊ ഓക്കെ ദർശന, വെരി ഗുഡ് വെരി ഗുഡ്, തെറ്റിയിട്ടൊന്നുമില്ല, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. Thank you, sir. ഓക്കെ, ഇനി ആരാണ്? ഓക്കെ, അനുശാന്തി പറഞ്ഞോളൂ. ഓക്കെ കൃഷ്ണപ്രിയ. യെസ്, അനുശാന്ത്, അനു. Sir, പറഞ്ഞോളൂ. yesterday I helped my daughter in math homework. Yes. Yesterday, I helped my daughter in math homework. Okay. You are correct. I woke 4 o'clock in the morning. I woke, 4 o'clock in the morning. Okay, woke up. I had attended my test paper yesterday. Okay. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. I had attended my test paper. അപ്പൊ അത് നമുക്ക് ഹാഡ് കൂടി വന്നപ്പോൾ അത് ടെൻസ് മാറി പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിലോട്ട് അത് വന്നു. അത് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ വേറൊരു സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ പറയാം. അപ്പൊ നമുക്കിവിടെ ഹാഡ് കളഞ്ഞിട്ട് I attended my test paper yesterday. Okay. I cleaned my house. I cleaned my house myself. അല്ലേ? ഞാൻ തന്നെ വീട് ക്ലീൻ ചെയ്തത്. അവിടെ ഹെൽപ്പൊക്കെ കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ, വെരി ഗുഡ് ഓക്കെ അത് കുഴപ്പമൊന്നുമില്ല. യെസ്, I cleaned my house myself. ഞാൻ തന്നെ എന്റെ വീട് ക്ലീൻ ചെയ്തു. അതിന്റെ കുഴപ്പം ഒരു റിഫ്ലക്സീവ് പ്രോഗ്രാം അവിടെ വന്നത് മാത്രമാണ്. പറഞ്ഞു. I made appam and vegetable curry yesterday. ഓക്കെ. അപ്പൊ നമുക്ക് മെയ്ഡ് എന്നുള്ളത് വേണമെങ്കിൽ ടെൻസ് കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഭക്ഷണമല്ലേ. അപ്പൊ I prepared, I cooked. അതൊന്ന് ഭംഗിയാണോ? I prepared അപ്പം ആൻഡ് എഗ് കറി അല്ലെ, ഫിഷ് കറി. ഓക്കെ, വെരി ഗുഡ്. യെസ്, അത്രേ ഉള്ളൂ സാർ. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ, വെരി ഗുഡ്. ആരാണ്? സഫ്ര, ആർ യു റെഡി? Yes. സഫ്ര, പറഞ്ഞോളൂ സഫ്ര. Sir, I went to hospital yesterday. I went to hospital yesterday. I consulted a doctor. I consulted doctor. I consulted a doctor. I bought medicines. Yes. Okay. I returned to hospital at evening. I returned to hospital. Sorry. I returned from hospital. Okay, sir. Yes. വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, മരുന്ന് വാങ്ങി തിരിച്ചു വന്നു. വെരി ഗുഡ് സഫ്ര, വെരി ഗുഡ്. യെസ്, അതുപോലെ പറഞ്ഞാൽ കറക്റ്റ്. ഒരു 3 സെന്റൻസ്, 4 സെന്റൻസ് പറയാനായിട്ട് എന്താ ബുദ്ധിമുട്ട് മക്കളെ? സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടെ, വെരി സിമ്പിൾ. ഇനി അടുത്ത ആരാണ് പറയണത്? ഇവരൊക്കെ ഓരോരുത്തരും പറയണത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും പറയാനായിട്ട് ഉള്ളിൽ ഒരു തോന്നൽ വരുന്നില്ല. അവനും അവൾക്കും അതാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടെ എന്നൊരു ചിന്ത വരുന്നു. യെസ്, എനിക്കും 2 വാക്കും ഇംഗ്ലീഷിൽ പറയണമെന്നൊരു തോന്നൽ വരുന്നില്ലേ ഉള്ളിൽ? യെസ്, ആരാണ്? ശൃംഗ അല്ലേ? പറഞ്ഞോളൂ. കൃഷ്ണ. Yes, I got a question. Then I brushed my teeth. Okay. Hello. കേൾക്കുന്നുണ്ട്. Continue. Then I prepared upma for breakfast. Yes. After I washed my dress. Yes. Then I went to the market. Yes. I bought some groceries. Yes. Okay, sir. That's all. മതിയല്ലോ. 6 സെന്റൻസ് ശൃംഗ പറഞ്ഞു.
വെരി ഗുഡ്. ഒരു തെറ്റുപോലും പറ്റാതെ സംഭവിച്ചിട്ടുണ്ടായില്ല. കറക്റ്റ്. എഴുന്നേറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കി കടയിൽ പോയി ഗ്രോസറി വാങ്ങി. കറക്റ്റ്. ഓക്കെ. എല്ലാം സിമ്പിൾ പാസ്റ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊന്നും പറയുന്നില്ല. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ആദ്യത്തെ ആ പറയാനുള്ള ചമ്മലം ഉണ്ടാവുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. യെസ്, പിന്നെ നിങ്ങളത് പറയും. യെസ്, ധൈര്യമായിട്ട് മനസ്സിനോട് പറയൂ. മോറൽ കറേജ്, ഫിസിക്കൽ കറേജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കൂടുതൽ ധൈര്യമാർക്കാണ്, സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ? Sir, പറഞ്ഞോളൂ. I got up 6 o'clock in yesterday. Yesterday. I started my daily routines. Yes, I started my daily routine. Very good. I went to the marriage. Yes, I went for a marriage. Okay. I returned home to 2 o'clock. Yes, അപ്പൊ സമയം പറയുമ്പോൾ അതിന്റെ തൊട്ട് മുന്നേ ഒരു ആക്ട് ചെയ്യാന്നുണ്ട്. സമയത്തിന്റെ കൂടെ ഒരു ആക്ട് ചെയ്യാം. അറ്റ് 2 o'clock. Okay. Thank you, sir. Okay, very good. ദീപ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പോ മനസ്സിൽ ഒരു കുളിർമ തോന്നുന്നില്ലേ? Of course. ഒരു ധൈര്യം തോന്നുന്നില്ലേ? Yes, sir. ഇത് തോന്നണമെന്നുണ്ടെങ്കിൽ ഇത് പറയണം. ഇനി അടുത്ത പ്രാവശ്യം പറയുമ്പോൾ അതങ്ങനെ പറയും. നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ കളിയാക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറ്റം പറയുകയൊന്നും ചെയ്യുന്നില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കല്ലേ എല്ലാവരും. യെസ്, പേടിക്കരുത്, ധൈര്യമായിട്ട് പറയുക. യെസ്, ഓക്കെ. ഇനിയും എന്തെങ്കിലും അതേപോലെ ഞാൻ പറയാനായിട്ട് പറയുമ്പോ ചാടി പറയാനുള്ള മനസ്സ് കാണിക്കാം. ഓക്കെ, 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 വെരി ഗുഡ്, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോ. യെസ്, ഓക്കെ. യെസ്, ഹു ഈസ് നെക്സ്റ്റ്? അടുത്താരാണ്? യെസ്, യെസ്, പറഞ്ഞോളൂ. ആരാണ് നെക്സ്റ്റ്? അപ്പൊ ഞാൻ നേരത്തെ ഇതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ആർക്കാണ് കൂടുതൽ ധൈര്യം, സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ? അപ്പൊ നിങ്ങൾ മറുപടി പറഞ്ഞില്ല. ആർക്കാണ് സ്ത്രീകൾക്കാണ്? യെസ്, ഓക്കെ, 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 ഓക്കെ. ഇനി അതിന് മറിച്ച അഭിപ്രായങ്ങൾ ആരെങ്കിലും ഉണ്ട്? യെസ്, ഇല്ല, സ്ത്രീകൾക്കാണെന്ന് സുഹൈബ പറയുന്നു. യെസ്, ഇനി വേറെ ആർക്കാണ്? എന്നിട്ട് ആ ധൈര്യം കാണിക്കുന്നില്ലല്ലോ. യെസ്, ഇത് നിങ്ങള് വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്ത് എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. ആ നാടകത്തില് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെതായ ഒരു വേർഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ധൈര്യം കൂടുതൽ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ? അതായത് ഞാൻ ഷേക്സ്പിയറിന്റെ അഭിപ്രായമായിട്ട് പറയണം. അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു കുറ്റകൃത്യം, ആ കുറ്റകൃത്യം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ സ്ത്രീകൾക്കായിരിക്കും ധൈര്യം. അത് ചെയ്യാനായിട്ടുള്ള ധൈര്യവും അത് ചെയ്യാനായിട്ടുള്ള പ്രേരണ കൊടുക്കലും ഇതെല്ലാ സ്ത്രീകളും. അതുവരെ ധൈര്യമാർക്കാണ്, സ്ത്രീകൾക്കാണ്. ആ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ധൈര്യം ഇല്ലാണ്ടാവുന്നത് സ്ത്രീകൾക്കാണ്. പക്ഷെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് വരെ ഒരു പുരുഷനെ സംബന്ധിച്ച് ധൈര്യം കുറവായിരിക്കും. ചെയ്തു കഴിഞ്ഞാൽ ധൈര്യം കൂടുകയാണ്. ഇത് മാക്ബത്ത് എന്ന് പറയുന്ന നാടകത്തില് ഡങ്കൻ എന്ന് പറയുന്ന രാജാവ് മാക്ബത്ത് എന്ന് പറയുന്ന സേനാനായകന്റെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ്. അപ്പോ ഭാവിയിലെ രാജാവ് മാക്ബത്ത് ആകണമെങ്കിൽ ഇപ്പൊ ഡങ്കനെ കൊല്ലണം. അപ്പൊ മാക്ബത്തിന്റെ ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്ത് ഒരു വാളെടുത്ത് ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ചെന്ന് അദ്ദേഹത്തെ കൊല്ലാൻ പറയുക. അപ്പോ മാക്ബത്ത് പറയും, ഞാൻ കൊല്ലില്ല, കാരണം അദ്ദേഹം നമ്മളോടൊരു തെറ്റും ചെയ്തിട്ടില്ല, അദ്ദേഹം നമ്മളോട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് ഞാൻ കൊല്ലില്ല എന്ന് പറയും. ഭാര്യ നിർബന്ധിക്കണം ഭർത്താവിനെ, കൊല്ലേ 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 അനക്കിയിരുന്നു. കാരണം തന്റെ ഭർത്താവ് രാജാവായെങ്കിൽ തനിക്ക് രാജ്ഞിയാവാൻ പറ്റും. അങ്ങനെ ഭാര്യയുടെ നിർബന്ധം സഹിക്കുക വയ്യാതെ ആ രാത്രി ഡങ്കൻ എന്ന് പറയുന്ന രാജാവിനെ ഉറങ്ങിക്കിടക്കുമ്പോൾ മാക്ബത്ത് കൊല്ലുകയാണ്.
ആ കൊല്ലുന്ന സമയം വരെ ധൈര്യം കാണിച്ചിരുന്ന ലേഡി മാക്ബത്ത് കൊന്നു കഴിഞ്ഞു എന്നറിയുമ്പോൾ തുടങ്ങിയ ടെൻഷനായി. പിന്നെ അവളുടെ ധൈര്യം മുഴുവൻ പോയി. പക്ഷേ ഈ മാക്ബത്ത് എന്ന് പറയുന്ന സേനാനായകൻ ദങ്കൻ എന്ന് പറയുന്ന രാജാവിനെ കൊന്നതോടുകൂടി പുള്ളിക്ക് ധൈര്യം കൂടി. ആ രാജാവിന്റെ ഒപ്പം ഉറങ്ങിക്കിട്ടതിന് അംഗരക്ഷകനെ കൂടി കൊല്ലുകയാണ്. ഓക്കെ, കഥ വേറെ സംഭവമൊക്കെയാണ്. അപ്പോ ഷേക്സ്പിയർ പറയുന്നു, ഒരു കുറ്റകൃത്യം ചെയ്യുന്നവരെയാണ് സ്ത്രീകൾക്ക് ധൈര്യം, അത് കഴിഞ്ഞ് സ്ത്രീകൾക്ക് ധൈര്യം പോകും. ആണിന് കുറ്റകൃത്യം ചെയ്യുന്നവരെ ധൈര്യം കുറവും, അത് കഴിഞ്ഞാൽ ധൈര്യം കൂടുകയും ചെയ്യും എന്ന് പറയുന്നത് യോജിക്കുന്നുണ്ടോ? ഷേക്സ്പിയറിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടോ? യെസ്. നിങ്ങൾക്ക് എന്താണ് ഒരു അഭിപ്രായം, സ്വന്തമായിട്ടൊരു അഭിപ്രായമൊക്കെ പറയുന്നേ? എഗ്രി ഓർ ഡിസഗ്രി? യെസ്, ആരുമില്ല. ഓക്കെ, അതത് പോകട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും ടെൻസിലൂടെ പഠിക്കുക വരാം. യെസ്, അപ്പൊ വീണ്ടും ടെൻസിലേക്ക് നമുക്ക് പഠിക്കുക വരികയാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. അപ്പൊ ഇപ്പൊ ദിനീഷ, സനീഷ, പ്രദീപ, ദർശന, ശൃംഗ, ദീപ, ഇനി ആരാണ് പറയുന്നത്? സബ്ജക്റ്റ് പ്ലസ് പറഞ്ഞോളൂ. യെസ്, ഓക്കെ ഓക്കെ. I went shopping. Yes, I went shopping with my family yesterday. At that time, my daughter chose a dress for herself, but Yes. I didn't like it, and also it didn't fit well. Yes. So I returned that dress. After that, I selected a new one for her. Yes. That is all? Yes, Okay, very good, very but good. she didn't like which I chose. She didn't like it. Okay, okay. Yes, സൗണ്ട് ഉണ്ടല്ലോ, ഒരു പതർച്ചയുണ്ട് കേട്ടോ. എന്താ പ്രശ്നം It's നോക്കിയാൽ the first time I'm talking to you. That's why I'm little bit of nervous. ഓക്കെ, സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ട്. അത് എനിക്ക് തോന്നുന്നു റേഞ്ചിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് വിളിച്ചാൽ മതി. ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. മെഹ്റൂൺ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇനി Thank you, sir. ഞാനാണ് പറയണേ. ഒരു 2 സെന്റൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? അനുമോൾ, പറഞ്ഞോളൂ അനുമോൾ. I had dinner at 9 p.m. Yes, I had dinner at 9 p.m. Okay. I watched a film last night. Okay. I visited my college yesterday. Yes. I drove to work this morning. Yes. I cleaned the vessels. Yes. That's all. Okay. Okay. Very good. Very good. All correct. Very good. Very good. Okay. 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 Yes. Correct. Yes. Ini arana. Jasina. Yes, sir. Okay. Jasina പറഞ്ഞോളൂ. I went to hospital yesterday. Very good. I drank a cup. പറഞ്ഞത് correct ആയി ഞാൻ പറഞ്ഞിട്ട്. Yes. Okay. I drank a cup of tea. I drank a cup of tea. I washed my clothes. I washed my clothes. I watched a movie. I watched a movie. ആരും പറയാത്തൊരു കേസ് പറഞ്ഞു. Okay. I watched a movie. I attended the class of Smart Script. I attended the online class. Very good. Live example ആണ് ജസീനെ പിടിച്ചത്. Very good. Very good. Thank you, sir. Okay. Very good. Very good. Very good. Okay. ജസീന correct ആണ്. Correct. Very good. Very good. Saudi PP. Saudi. Yes. ഇനി ആരാണ്?
ഒരു 2 പേർക്ക് കൂടി ചാൻസ് തരാം. 2 പേർക്ക് കൂടി ചാൻസ് തരാം. യെസ്, 2 പേർക്ക് കൂടി ചാൻസ് തരാം. ഓക്കെ, ലക്ഷ്മി Sir, പറഞ്ഞോളൂ. ലക്ഷ്മി. yesterday I cooked patiri. Yes, yesterday I cooked patiri. Very good. I served food for family. I served food for the family. Yes. I cleaned my house. I cleaned my house. I went to walking at 6 p.m. I went for walking at 6 p.m. Yes. That's all, sir. Very good, very good. വളരെ എന്താ പറയുക, ഇസ്തിരിയിട്ട പോലെയാണ് പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊക്കെ കയ്യിലുണ്ടായിട്ടാണ് ഉണ്ടായിരുന്നത്. യെസ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കും, ഇതൊക്കെ എന്ത് അറിയാവുന്ന കാര്യങ്ങളല്ലേ സാറ് പറയണത്. യെസ്, എന്ത് ചിന്തിച്ചിട്ടാണ് അതൊക്കെ വേണ്ടെന്ന് വെച്ചത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട്. Thank you, sir. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ആദിലക്ഷ്മി. ആദിലക്ഷ്മി. യെസ്. സേതു അഞ്ജലി. എല്ലാവരും ഇത് കേട്ട് അവര് ചിരിക്കുന്നുണ്ടാവും. യെസ് അല്ലേ? ജിബിൻ ജോൺസൺ. യെസ്. ഗോപിക സുനിൽ. യെസ്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ അവസരം കിട്ടില്ല. ഇതേപോലെ ഇതുപോലെ വന്നിരുന്നാലും നിങ്ങളൊപ്പം വന്നിരുന്ന് പറയാം. ജൂബി പറയും. ജൂബി ലജു. യെസ്, പറഞ്ഞോളൂ. ജൂബിയാണ്, ചിരിച്ചുകൊണ്ടാണ് ജൂബി വരുന്നത്. യെസ്. Sir, actually, I'm on duty. That's why. Oh, sorry. Okay. It's okay, sir. I will try. Okay. Don't worry. Try. I woke up at 6 p.m. Yes. Oh, sorry, 6 a.m. Sorry, sir. Ah, And I prayed. I read Quran. yes. As this was a rainy day, I planted 2 more plants. Yes. I planted 2 more plants. Okay. Yeah. And I shared data to my crew. Yes. That's all. Very good. Okay, very good. Okay. That's a variety of work. Yes. Thank you, sir. Very good. Yes. Here are 1 more person. ഒരാൾക്ക് കൂടി ചാൻസ് തരാം. ഇത് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഇന്നലെ നടന്ന സംഭവം, മിനിയാന്നാണ് നടന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം, കഴിഞ്ഞു പോയ സംഭവത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളിൽ പറഞ്ഞത് ക്രോഡീകരിക്കുകയാണ്. 2 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഒന്ന് സിമ്പിൾ പ്രസന്റ്, അത് ഹാബിറ്റുവൽ ആക്ഷൻ. ഇന്ന് നമ്മൾ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റ്. ആ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കഴിഞ്ഞു പോയ സംഭവത്തെ കുറിച്ച് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് സെന്റൻസുകളെ കുറിച്ച് പറയാം. അതായത് ഐ വെന്റ്, ഞാൻ പോയി എന്നല്ലേ, അത് നെഗറ്റീവ് ആക്കിയത് ഞാൻ പോയിട്ടില്ല. അപ്പൊ ഞാൻ പോയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഡിഡ് നോട്ട് ചെയ്യണം. വേറെ ഒന്നും ചേർക്കരുത്, ഒരു ഡിഡ് നോട്ട്. അപ്പൊ ഡിഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് ടെൻസ് എന്നത് ഉപയോഗിക്കാൻ പാടില്ല, പ്രസന്റ് ടെൻസിനെ ഉപയോഗിക്കാവൂ. പക്ഷേ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടും. അതാണ് എന്റെ നിയമം. ഡിഡ് വരുമ്പോ ഡിഡ് കഴിഞ്ഞാൽ ഡിഡ് വരുന്നതിൽ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ മീനിങ് അതിന് കിട്ടും. അപ്പൊ ഡിഡ് വെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഡിഡ് ഗോ എന്ന് പറഞ്ഞാൽ മതി, അതിന്റെ അർത്ഥം വെന്റ് എന്നാണ്. ഡിഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ മതി, അതിന്റെ അർത്ഥം ടുക്ക് എന്നാണ്. ഡിഡ് റീഡ് എന്ന് പറഞ്ഞാൽ മതി, അതിന്റെ മീനിങ് റെഡ് എന്നാണ്. യെസ്. അപ്പൊ ഡിഡ് വരുന്ന വാചകങ്ങളിൽ എപ്പോഴും ഇത് മതി, പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി. ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഡിഡ് വരുമ്പോൾ പ്രസന്റ് ടെൻസ് വരുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ്. സബ്ജക്റ്റ് എഴുതി പിന്നെ ഒരു ഡിഡ് നോട്ട് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസിന്റെ നെഗറ്റീവ് വാചകം. അപ്പൊ എങ്ങനെ വരും? ഐ
did not go. പോസിറ്റീവ് ആണെങ്കിൽ ഐ വെന്റ് എന്ന് പറയണം. നെഗറ്റീവ് ആകുമ്പോൾ എന്താ പറയേണ്ടത്? ഐ ഡിഡ് നോട്ട് ഗോ, ഞാൻ പോയിട്ടില്ല. ഐ ഡിഡ് നോട്ട് റീഡ്, ഞാൻ വായിച്ചിട്ടില്ല. ഐ ഡിഡ് നോട്ട് സ്റ്റഡി, ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസ് വരുള്ളൂ, പാസ്റ്റ് ടെൻസ് വരില്ല. ഐ ഡിഡ് നോട്ട് ലുക്ക്, ഞാൻ നോക്കിയിട്ടില്ല. ഐ ഡിഡ് നോട്ട് ജംപ്, ഞാൻ ചാടിയിട്ടില്ല. യു ഡിഡ് നോട്ട് കം, നീ വന്നിട്ടില്ല. യു ഡിഡ് നോട്ട് ഈറ്റ്, നീ ഭക്ഷണം കഴിച്ചിട്ടില്ല. യു ഡിഡ് നോട്ട് ഡ്രിങ്ക് ടീ, നീ ചായ കുടിച്ചിട്ടില്ല. യെസ്. അപ്പൊ ഡിഡ് നോട്ട് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് വാചകം നമുക്ക് കിട്ടും. നെഗറ്റീവ് വാചകം നമുക്ക് കിട്ടും. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യാതിരുന്ന പല കാര്യങ്ങളുണ്ടാവും. എല്ലാ ദിവസവും ചെയ്യുന്നതാണ്, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളുണ്ടാവില്ലേ? അപ്പോ എന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? മുറി വൃത്തിയാക്കുന്നതാണ്. ഇന്ന് മുറി വൃത്തിയാക്കിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? ഐ ഡിഡ് നോട്ട് ക്ലീൻ മൈ റൂം. ഐ ഡിഡ് നോട്ട് ക്ലീൻ മതി, CLE ആയി പ്രസന്റ് മതി. ഐ ഡിഡ് നോട്ട് ക്ലീൻ മൈ റൂം, ഞാൻ മുറി വൃത്തിയാക്കിയിട്ടില്ല. ഇന്ന് നിങ്ങൾ ചായ കുടിച്ചിട്ടില്ല. ഐ ഡിഡ് നോട്ട് ഡ്രിങ്ക് ടീ, ഞാൻ ചായ കുടിച്ചിട്ടില്ല. ഐ ഡിഡ് നോട്ട് ഗിവ് മണി, ഞാൻ പണം കൊടുത്തിട്ടില്ല. അല്ല, ഡിഡ് നോട്ട് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? അത് നെഗറ്റീവ് വാചകമായിട്ട്, സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് വാചകമായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനിവിടെ ദിനീഷിനെ തന്നെ വിളിക്കുന്നത്. ദിനീഷക്ക് ഐശ്വര്യമുണ്ട്. ദിനീഷ വന്നതിന് ശേഷം കുറച്ച് പേരൊക്കെ ഉണ്ട്. ദിനീഷ ഇന്നലെയും ഇന്നുമായിട്ട് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളില്ലേ? ആ ഡിഡ് നോട്ട് വെച്ച് പറഞ്ഞു. ഇന്നലെയും ഇന്നുമായിട്ട് ചെയ്യാത്ത കുറച്ച്, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്, ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാകും. I did not complete my homework. I did not complete my homework. കണ്ട, I did not complete my homework. ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടില്ല. യെസ്, വെരി ഗുഡ്. അടുത്തത്, I did not take a bath. I did not take a bath. ഞാൻ കുളിച്ചിട്ടില്ല. യെസ്, അത് കറക്റ്റ് ആണത്. I did not take bath. കുളിച്ചിട്ടില്ല. യെസ്. I did not go to the hospital. I did not go to hospital. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. I did not go to market. ഞാൻ മാർക്കറ്റിൽ പോയിട്ടില്ല. യെസ്, പറഞ്ഞോളൂ. കണ്ടിന്യൂ. I did not drink a tea today morning. I did not drink a cup of tea in the morning. രാവിലെ ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചിട്ടില്ല. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ I did not make a breakfast today morning. I did not cook breakfast today morning. Okay, Tanisha, correct ആണ്. എല്ലാം പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, പറഞ്ഞില്ലേ? ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച്, ചെയ്തിട്ടില്ല, വന്നിട്ടില്ല, പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഡിഡ് നോട്ട് ഉപയോഗിക്കുക എന്ന പ്രസന്റേഷൻ. നിങ്ങൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയണം. ചായ അടുക്കളയിലോട്ട് രാവിലെ വന്നു കഴിയുമ്പോൾ കുളിച്ചിട്ടില്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് ടേക്ക് ബാത്ത് തന്നെ പറയും. വാക്ക് ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഐ ഡിഡ് നോട്ട് ഡ്രിങ്ക് ടീ, ചായ കുടിച്ചിട്ടില്ല. വേർ ഈസ് ടീ, ചായ എവിടെ? യെസ്. ഓക്കെ, അപ്പോ യെസ്, സനീഷ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച മുതൽ ഇന്ന് ഈ തിങ്കളാഴ്ച വരെ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഉണ്ടാക്കുക. നമുക്ക് സെന്റൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഡിഡ് നോട്ട് വരും, പിന്നെ പ്രസന്റേഷൻ ചോദിച്ചത്. ഓക്കെ, I did not go to the town. I did not go to town. ഞാൻ ടൗണിലേക്ക് പോയിട്ടില്ല. യെസ്, വെരി ഗുഡ്. I did not complete the mock test. I did not complete the mock test. Mock test ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. യെസ്. I did not study. I did not study. ഞാൻ പഠിച്ചിട്ടില്ല. യെസ്. I did not wash the cloth today. I did not wash clothes today. ഇന്ന് ഞാൻ തുണികളൊന്നും അലക്കിയിട്ടില്ല. Did not present. Okay, Sanisha, very good, very good, very good, very good. Pratibha. Thank you. Pratibha പോയ. യെസ്, പ്രതിഭ വരുമെന്ന് വിചാരിക്കാം. ദർശന, ആർക്കുണ്ടെങ്കിൽ പറയട്ടെ. ഞാനത് പറഞ്ഞു നോക്കട്ടെ പറഞ്ഞാൽ ആർക്കുണ്ടെങ്കിൽ പറയട്ടോ. അതിന് കുഴപ്പമില്ല. ഞാനിങ്ങനെ ഓരോരുത്തരെ ധൈര്യമുള്ളവരും സെലക്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. ദർശന, ദർശന ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളില്ലേ? I did not eat lunch. I did not eat. Correct. I did not eat my lunch. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. കറക്റ്റ്.
I did not clean my room. I did not clean my room. Okay, ഒരു മിനിറ്റ്. അപ്പോ I did not clean my room എന്ന് പറഞ്ഞപ്പോ ഞാൻ മുറി വൃത്തിയാക്കിയിട്ടില്ല. മുറി വൃത്തിയാക്കിയതാണെങ്കിലോ I cleaned my room. CLEANED ഫസ്റ്റ് ടെൻസ്. ഓക്കെ, ക്ലീൻ ആക്കിയിട്ടില്ല എന്ന് പറയുമ്പോ ഓക്കെ ഓക്കെ അപ്പൊ ഡോണ്ട് എന്ന് പറയുമ്പോ അത് ഒരു നസീമ അത് സിമ്പിൾ പ്രസന്റിലേക്ക് വരും. ഡിഡ് നോട്ട് തന്നെ പറഞ്ഞാൽ കേട്ടോ. ഡു പ്ലസ് നോട്ട് ആണ്. ഓക്കെ, പറഞ്ഞോളൂ ദർശന, കണ്ടിന്യൂ. I did not talk to my friends. I did not talk to my friends. ഞാൻ എന്റെ സുഹൃത്തുക്കളുമായി സംസാരിച്ചിട്ടില്ല. ഓക്കെ, കറക്റ്റ്. I did not drink juices. I did not drink juice. ഞാൻ ജ്യൂസ് കുടിച്ചിട്ടില്ല. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ദർശന, വെരി ഗുഡ് വെരി ഗുഡ്. വീണ 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 ഇല്ല അല്ലേ? വീണ പോയിട്ടുണ്ടാവും. ഓക്കെ 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 ഓക്കെ. ദീപ ദീപ Sir, I did not. കഴിഞ്ഞ ഒരു മാസം എഴുതിയാത്ത കുറെ കാര്യങ്ങളില്ലേ ദീപ? Yes. അതൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. യെസ്, I did not wake up at 5 o'clock. ഓക്കെ ഓക്കെ. I did not get up at 5 o'clock. ഓക്കെ, ശരി. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റിട്ടില്ല. യെസ്. I did not read newspaper today morning. I did not read the newspaper. ഞാൻ പത്രം വായിച്ചിട്ടില്ല. ഓക്കെ, കറക്റ്റ്. യെസ്. I did not go to my home. I did not go to my home. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഓക്കെ ഓക്കെ. അവിടെ സഹായിക്കില്ല ദൈവം. പറയൂ പറയൂ. Confusion, sorry. നോ പ്രോബ്ലം, പറഞ്ഞോളൂ പറഞ്ഞോളൂ. നോ പ്രോബ്ലം, പറഞ്ഞോളൂ. I did not study today. I did not study today. ഞാൻ ഇന്ന് പഠിച്ചിട്ടില്ല. യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. I did not clean my home. I did not clean my home. ഓക്കെ, കറക്റ്റ് ആണ്. യെസ്. I did not go to hospital. I did not go to hospital. Okay, correct. Okay, Deepa. Very good, very good, very good. Okay, 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 okay. Deepakum. I did not complete Naga. Nasima. Okay, okay. Yahrul. Yes. Yes, okay. പറഞ്ഞോളൂ നസീമ, പറഞ്ഞോളൂ. ഒന്ന് രണ്ട് ഡയലോഗ്, ഒന്ന് രണ്ട് വാചകങ്ങൾ പറഞ്ഞോളൂ. നസീമ എഴുതുന്നതിന് എന്താ ബോർന്ന് പറയണേ? യെസ് യെസ്, പറഞ്ഞോളൂ. പറയട്ടെ സർ. യെസ്, കണ്ടിന്യൂ. I did not attend the online class. I did not attend the online class. Okay. I did not beat my son. I did not beat my son. Okay. I did not check my messages. I did not check my messages. Correct. That's all, sir. Oh, very good, very good, very good, very good. അല്ലെ, ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിരസതയായിട്ട് തോന്നുന്നുണ്ടോ? Any problem? No, sir. No, sir. അപ്പൊ ഞാൻ നസീമ ഒരു മെസ്സേജ് ഇട്ടെ ഇവര് ചോദിച്ചാണ്. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ നിങ്ങൾ ബോറിംഗ് ആണെങ്കിൽ നമുക്ക് സ്റ്റൈൽ മാറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നസീമക്ക് മാത്രം തോന്നിയതായിരിക്കും. ഓട്ടെ. യെസ്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. യെസ്, ഓക്കെ. അപ്പൊ ജസീന Yes, sir. പറഞ്ഞോളൂ. ജസീന ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. I did not call my friend. Correct. I did not call my friend. Okay, yes. I did not cook the lunch. I did not cook the lunch. Okay. I did not work. I did not work. ഞാൻ ജോലി ചെയ്തിട്ടില്ല. Oh, yes. അല്ലെങ്കിൽ I did not complete the work. Okay, correct. I did not clean my home. Clean. I did not clean my home. I did not attend the birthday party. I did not
സ്ലീപ്പ് വെൽ, ഇന്നലെ ഞാൻ നന്നായിട്ട് ഉറങ്ങിയില്ല. ഓക്കെ ഓക്കെ, വെരി ഗുഡ് ജസീല, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ രണ്ട് ടെൻസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റിലെ പോസിറ്റീവ് വാചകങ്ങളെ കുറിച്ച് പറഞ്ഞു, നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച്. ഇനി ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. നിങ്ങൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചൊക്കെ ഇതൊക്കെ തന്നെ വെച്ച് പറഞ്ഞു നോക്കട്ടോ, എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേ. ഇപ്പൊ മകൻ പഠിച്ചില്ല, അപ്പൊ നിങ്ങൾ യു ഡിഡ് നോട്ട് സ്റ്റഡി, അങ്ങനെയല്ല പറയാ, നീ പഠിച്ചിട്ടില്ല, യു ഡിഡ് നോട്ട് സ്റ്റഡി. അല്ലെങ്കിൽ യു ഡിഡ് നോട്ട് കോൾ മീ, നീ എന്നെ വിളിച്ചിട്ടില്ല. യെസ്. അല്ലെങ്കിൽ യു ഡിഡ് നോട്ട് കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്, നീ ആ ഹോംവർക്ക് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ യു ഡിഡ് നോട്ട് ഗോ ഫോർ ദ ട്യൂഷൻ, നീ ട്യൂഷന് പോയിട്ടില്ല. കേട്ടോ, ഇങ്ങനെ ഡിഡ് നോട്ട് വെച്ച് പറയാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഡിഡ് നോട്ട് വെച്ച് തന്നെ പറയാം. അപ്പൊ നമുക്ക് രണ്ട് ടെൻസാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്, സിമ്പിൾ പ്രസന്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ മോഡലോടെ നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ, അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ദിനീഷ, സനീഷ, പ്രതിഭ, ദർശന, വീണ, ശൃംഗ, ദീപ, മെഹറൂൺ, ജസീല, എല്ലാവർക്കും മെഹറൂണിനെ കൂടി വിളിച്ചിരുന്നു കേട്ടോ. എല്ലാവർക്കും നന്ദി പറയുന്നു. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. Thank you, sir. Thank you, Thank you, sir. Okay, welcome. Thank you, sir. Okay.